നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ശബരിമല തീർത്ഥാടകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്ന ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കിപ്പം സന്നിധാനം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ഇൻചാർജായ ഡോക്ടർ ഹരികുമാറും ചേരുന്നുണ്ട്. ഒപ്പം ഞങ്ങളുടെ പ്രതിനിധി സുജു ടി ബാബു. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് ഹലോ ഡോക്ടർ നമ്മൾ എന്നുള്ളത് സന്നിധാനം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നാണ്. ഞാൻ നിൽക്കുന്ന ഈ തൊട്ടുപിന്നിലുള്ള വലിയ നടപ്പന്തലിന് സമീപത്താണ് സന്നിധാനം ഗവൺമെൻറ് അലോപ്പതി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. ഈ തീർത്ഥാടന കാലത്ത് തന്നെ ഏതാണ്ട് 50,000-ലധികം തീർത്ഥാടകർക്ക് സഹായകരമായ ആശ്വാസം പകർന്ന ഒരു സർക്കാർ ആശുപത്രിയാണ് സന്നിധാനം ഗവൺമെൻറ് അലോപ്പതി ഹോസ്പിറ്റൽ. നമുക്ക് ഇപ്പം നമ്മളുള്ളത് ഇവിടെയാണ്. ധാരാളം തീർത്ഥാടകർ അവർ ചികിത്സ തേടി ഇവിടെ എത്തുകയും ചെയ്യുന്നു. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് ഡോക്ടർ ഹരികുമാറാണ്, മെഡിക്കൽ ഓഫീസറാണ്. അദ്ദേഹം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. അദ്ദേഹമാണെന്ന് നമുക്ക് വിളിക്കുന്ന പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെപ്പറ്റി ഇന്ന് വിവരിക്കുന്നത്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ഹലോ ഡോക്ടറിലേക്ക് പറഞ്ഞു വരുമ്പം എനിക്ക് തോന്നുന്നു ഒരു 50,000-ഓളം അധികം രോഗികൾ ഇവിടെ എത്തിക്കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ, ചികിത്സ തേടി? തീർച്ചയായിട്ടും ഓരോ ദിവസവും 1500-2000 ഇടയ്ക്കുള്ള രോഗികൾ സന്നിധാനം ഹോസ്പിറ്റലിൽ മാത്രം എത്തിച്ചേരുന്നുണ്ട് ദിവസവും. ഇവിടെ എന്തൊക്കെ സംവിധാനങ്ങളാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത്? നമുക്ക് നിലവിൽ ഇതൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പോലെ കാണാം. ഓർത്തോപീഡീഷ്യൻ, ഫിസിഷ്യൻ, സർജൻ, പൾമണോളജിസ്റ്റ്, പീഡിയാട്രിഷ്യൻ എന്നിവരുടെ സേവനം 24 മണിക്കൂറും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സമയവും ഒരു 2 ഡോക്ടർ നിലവിൽ നമ്മുടെ ഒ പിയിലുണ്ട്. സ്പെഷ്യാലിറ്റി സർവീസസ് ആവശ്യമാകുന്ന മുറയ്ക്ക് ഓൺ കോൾ ബേസിസിൽ ഡോക്ടർമാർ വന്ന് സ്പെഷ്യാലിറ്റി സർവീസ് കൊടുക്കുന്നുണ്ട്. 24 മണിക്കൂറും നമുക്കൊരു കാർഡിയോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണ് നിലവിൽ. അപ്പോൾ എന്തൊരു എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിലും അത് നേരിടാൻ പറ്റിയ ഒരു ടീം എപ്പോഴും ഇവിടെയുണ്ട്. എമർജൻസി സംവിധാനം പ്രേക്ഷകരിലേക്ക് കാണിക്കാതിരിക്കും. തീർച്ചയായിട്ടും ഒരു കാർഡിയോളജി സംബന്ധമായിട്ട് ഹൃദയ സംബന്ധമായ ഹൃദയാഘാതമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ത്രോംബോലൈസിന് ആവശ്യമായ സംവിധാനങ്ങളുണ്ട്. വെന്റിലേറ്റർ സപ്പോർട്ട് ആവശ്യമായ രോഗികൾക്കുള്ള വെന്റിലേറ്റർ സംവിധാനം ലഭ്യമാണ്. ഇനി വെന്റിലേറ്റർ സപ്പോർട്ടിലുള്ള രോഗികളെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പോർട്ടബിൾ വെന്റിലേറ്റർ നമുക്ക് സന്നിധാനം ഹോസ്പിറ്റലിൽ ഒരുക്കിയിട്ടുണ്ട്. മുഴുവൻ സമയവും സ്പെഷ്യാലിറ്റി സർവീസുകൾ സന്നിധാനം ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ 24 മണിക്കൂർ സജ്ജമായൊരു ലാബുണ്ട്, 24 മണിക്കൂർ സജ്ജമായൊരു എക്സ്റേ യൂണിറ്റ് ഉണ്ട്, 24 മണിക്കൂർ സജ്ജമായൊരു ഫാർമസി ഉണ്ട്. എല്ലാവിധ മരുന്നുകളും നമ്മുടെ ഫാർമസിയിൽ ലഭ്യമാണ്. അടിയന്തര ചികിത്സയ്ക്കുള്ള മരുന്നുകളും ബാക്കിയുള്ള ഒ പി പേഷ്യൻസിനുള്ള മരുന്നുകളും എല്ലാം തന്നെയും നമ്മുടെ ഫാർമസിയിൽ ലഭ്യമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടർ അടിയന്തര വൈദ്യസഹായമാണ് തോന്നുന്നു ഈ രോഗികൾക്ക് നൽകുന്നത് അല്ലേ? യെസ്, തീർച്ചയായിട്ടും. അപ്പം ആദ്യം നമ്മുടെ ഒ പിയിൽ ഇരിക്കുന്ന ഡോക്ടർമാർ രോഗിയെ പരിശോധിക്കുകയും അടിയന്തര സ്പെഷ്യാലിറ്റി സർവീസസ് വേണ്ട ആൾക്കാരാണെങ്കിൽ അത് ഡോക്ടർമാരെ ഇൻഫോം ചെയ്യുകയും അവർ വന്ന രോഗിയെ കാണുകയും ചെയ്യും. പ്രാഥമികമായുള്ള ചികിത്സകളെല്ലാം ഇവിടെ നൽകും. ഇപ്പം ഒരു കാർഡിയോളജി എമർജൻസി ആണെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് ത്രോംബോലൈസിസ് വേണ്ട രോഗിയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഇവിടെയുണ്ട്. ത്രോംബോലൈസിസ് നൽകിയതിന് ശേഷം പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ പമ്പ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻറ്റിനെ നമ്മുടെ ആംബുലൻസ് 4x4 ആംബുലൻസ് ഉണ്ട്, ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്യും ഒരു സ്റ്റാഫ് നഴ്സിൻ്റെ അക്കമനി ചെയ്തുകൊണ്ട്. അപ്പം അവിടെ എത്തിയതിന് ശേഷം അവിടെ ഒരു പ്രൈമറി വീണ്ടും ഒന്നുകൂടി അസസ് ചെയ്തിട്ട് പേഷ്യൻറ്റ് കൂടുതൽ ചികിത്സ ലഭ്യമാകണം എന്നുണ്ടെങ്കിൽ MCH കോന്നി 3 റഫറൽ പോയിൻറ്റ്സ് നമുക്കുള്ള MCH കോന്നിയുണ്ട്, GH പത്തനംതിട്ടയുണ്ട്, MCH കോട്ടയമുണ്ട്. അപ്പം അവിടെ പമ്പയിൽ ഒരു വിപുലമായ ഒരു ആംബുലൻസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ALS BLS സംവിധാനം, ACLS BLS സംവിധാനമുള്ള ആംബുലൻസുകളുണ്ട്. അവിടെ നമുക്ക് പേഷ്യൻറ്റിനെ റെഫർ ചെയ്ത് പോകാനുള്ള സംവിധാനങ്ങളുടെയുണ്ട്. ഡോക്ടർ, നമുക്ക് പ്രധാനമായി ഇപ്പം ഡോക്ടർ ഈ ഹാർട്ട് പേഷ്യൻസിനെ പറ്റി പറഞ്ഞു. ശബരിമല മല കയറുമ്പം പല ആളുകളും ഹൃദയാഘാതം വന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഹാർട്ട് പേഷ്യൻ്റ് ശബരിമല മല കയറാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അത് മല കയറ്റത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഏറ്റവും പ്രധാനം, നമ്മൾ എന്തെങ്കിലും രോഗങ്ങൾക്ക് ചികിത്സ തേടുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ പ്രാഥമികമായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യനെ മല കയറ്റം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ കണ്ടതിന് ശേഷം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ കൃത്യമായി കഴിക്കണം. അതിൻ്റെ രേഖകൾ, കഴിക്കുന്ന മരുന്നിൻ്റെയും രോഗവിവരങ്ങൾ അടങ്ങിയ രേഖകൾ നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ കരുതിയിരിക്കണം. രണ്ടാമത്, ചെറിയ രീതിയിലുള്ള നടത്തകൾ നമ്മൾ മല കയറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വ്രതസമയത്ത് തന്നെ തുടങ്ങേണ്ടതാണ്. മൂന്നാമത്, ഏറ്റവും പ്രധാനം, മല കയറുമ്പോൾ വളരെ സാവധാനത്തിൽ മല കയറാൻ ശ്രമിക്കുക എന്നുള്ളത്. പെട്ടെന്ന് മല കയറാനോ ഓടിക്കയറാൻ ശ്രമിക്കാതിരിക്കുക. ഒരുമിച്ച് കയറുന്ന ഒരു ടീമിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അതിൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവില്ല. യുവാക്കളുണ്ടാവും, സ്ഥിരമായ ശാരീരിക അധ്വാനത്തിൽ ഏർപ്പെടുന്നവരുണ്ടാവും. അവർക്കൊക്കെ പെട്ടെന്ന് മല കയറാൻ കഴിയും. കുഞ്ഞുങ്ങളുണ്ടാവും, അവരും പെട്ടെന്ന് മല കയറാൻ കഴിയും. പക്ഷേ അതോടൊപ്പം തന്നെ മുതിർന്നവരോ രോഗങ്ങളുള്ളവരൊക്കെ വരുമ്പം അവർ ഈ ടീമിൻ്റെ പേസ് പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഇത്തരത്തിലുള്ള കാർഡിയാക് ഈവൻസിലേക്ക് നയിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനം വളരെ സാവധാനത്തിൽ. അപ്പോൾ ആ ടീം മൊത്തമായിട്ട് ഏറ്റവും കൂടെയുള്ള ഏറ്റവും ദുർബലരായ വ്യക്തികൾ കൂടി സാവധാനത്തിൽ കയറുന്ന രീതിയിൽ വേണം. ശരിയായ വിശ്രമം എടുത്ത് റെസ്റ്റ്
റെസ്റ്റ് എടുത്ത് വേണം, സാവധാനത്തിൽ വേണം മല കയറാനായിട്ട്. ഏതെങ്കിലും കാരണവശാൽ ഇവർക്കൊരു ഇടയ്ക്ക് വെച്ചൊരു ഹാർട്ട് ചെസ്റ്റിന് പെയിൻ ഉണ്ടായാൽ എന്താണ് ഇവർ ചെയ്യേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്? നമുക്ക് വളരെ വിപുലമായ ഒരു ആരോഗ്യ സംവിധാനങ്ങൾ നിലവിൽ നമുക്ക് പമ്പ മുതൽ സന്നിധാനം വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പമ്പയിൽ നമുക്കൊരു ഇതേ സന്നിധാനത്തുള്ള എല്ലാവിധ സ്പെഷ്യാലിറ്റി സർവീസസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ പമ്പയിലുണ്ട്. കാർഡിയോളജിസ്റ്റ് ഉണ്ട്, ഫിസിഷ്യൻ ഉണ്ട്, ഓർത്തോപെഡിഷ്യൻ ഉണ്ട്, പൾമണോളജിസ്റ്റ് ഉണ്ട്, അനസ്തറ്റിസ്റ്റ് ഉണ്ട്, സർജൻ ഉണ്ട്. അപ്പം അതിനുശേഷം നമുക്ക് അപ്പാച്ചിമേട് നീലമലയിലും 24 മണിക്കൂർ കാർഡിയോളജിസ്റ്റ് ഉള്ള 2 കാർഡിയോളജി സെൻറ്റേഴ്സ് ഉണ്ട്. ചരൽമേട് നമുക്കൊരു ഡിസ്പെൻസറി ഉണ്ട്. അതിനുശേഷം സന്നിധാനത്ത് നമുക്ക് ഈ സൗകര്യങ്ങളെല്ലാം ഉള്ള 24 hours കാർഡിയോളജിസ്റ്റ് ഉള്ള ഒരു ഹോസ്പിറ്റലുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കയറി വരുന്ന വഴികളിൽ 200-300 മീറ്റർ വിട്ട് നമുക്ക് അടിയന്തര വൈദ്യ സഹായ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഈ അടിയന്തര വൈദ്യ സഹായ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് നേഴ്സസ് ഉണ്ട്. ആ നേഴ്സുമാർക്ക് നമ്മളൊരു എമർജൻസി കൺട്രോൾ റൂം പമ്പയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് 0473520332. ഈ ടോൾ ഫ്രീ നമ്പർ നമ്മൾ ഈ കയറി വരുന്ന പാതകളെല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഏത് രോഗിക്ക് എങ്ങാണ് ഇപ്പോൾ അടിയന്തര വൈദ്യസഹായ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത രോഗിയാണ്, വഴിയരികിൽ കുഴഞ്ഞു വരുന്ന രോഗിയാണ് എന്നുണ്ടെങ്കിൽ ആ എമർജൻസി ടോൾ ഫ്രീ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ എമർജൻസി മെഡിക്കൽ സെൻറ്ററിൽ സജ്ജീകരിച്ചുള്ള ടീം ഈ പോയിന്റിലേക്ക് എത്തിച്ചേരും. ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് ഈ പോയിന്റിലേക്ക് എത്തിച്ചേരും. പിന്നെ സന്നിധാനം മുതൽ പമ്പ വരെയുള്ള സോൺ നമ്മൾ 7 സോണായിട്ട് തിരിച്ച് സ്ട്രെച്ചർ പോയിന്റ്സ് ദേവസ്വം ബോർഡും ഫയർഫോഴ്സും NDRF അടങ്ങുന്ന ടീമുണ്ട്. ഈ സ്ട്രെച്ചർ പോയിന്റ്സിലേക്കും നമ്മുടെ EMC കൺട്രോൾ റൂമിൽ നിന്നും മെസ്സേജ് പാസ് ചെയ്യും. ഇപ്പോൾ രോഗി കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ അയാളെ എടുത്തുകൊണ്ട് EMCയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ആ കുഴഞ്ഞു വീഴുന്ന സ്ഥലത്ത് തന്നെ സ്ട്രെച്ചർ സർവീസും അതോടൊപ്പം തന്നെ നമ്മുടെ EMC ടീം എത്തും. AED ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ഈ ടീമിൻ്റെ കയ്യിലുണ്ട്. ഒരു ഹൃദയാഘാതമോ ഹൃദയം നിലയ്ക്കുന്ന അവസ്ഥയിൽ പ്രാഥമിക ചികിത്സ നടത്തിയതിനു ശേഷം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ കഴിയും. തീർച്ചയായിട്ടും. അതായത് ഒരു ഹാർട്ട് പേഷ്യൻസ് എടുക്കേണ്ട കെയറുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സന്നിധാനം ആശുപത്രിയിൽ എത്തിയാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം ഇവിടെ എത്തി ഒരു രോഗി രജിസ്ട്രേഷൻ ഏരിയ അല്ലേ? അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം പേര് പറഞ്ഞു കൊടുക്കുന്നു, അവരുടെ അഡ്രസ് ഒന്ന് രേഖപ്പെടുത്തുന്നു, പിന്നീട് ഡോക്ടറെ കാണാൻ വേണ്ടിയുള്ളത്. ആളുകളുടെ ചേട്ടാ ഒരു മിനിറ്റ്, ഇപ്പോൾ രോഗികളുടെ എണ്ണം 51,170 അല്ലേ? അത് ഈ വർഷം, അതായത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചേട്ടൻ 51,170 രോഗികളാണ് ഇവിടെ വൈദ്യസഹായം തേടി എത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ഹാർട്ട് പേഷ്യന്റ് ആയിരിക്കുന്ന ഒരു ഡോക്ടറെ പേഷ്യന്റ് ആയിരിക്കുന്ന മലകയറ്റിനെ പറ്റിയാണ്. ഈ ഹാർട്ട് പേഷ്യൻസ് മാത്രമല്ല, ഈ പ്രമേഹമുള്ള പ്രഷറുള്ള രോഗികളുണ്ട്. ഇവരൊക്കെ എത്തരത്തിലുള്ള മുൻകരുതലാണ് സ്വീകരിക്കേണ്ടത്? ഈ പ്രമേഹ രോഗികളും മറ്റു രോഗങ്ങൾ ഏത് രോഗമാണെന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനം ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. മല കയറുന്നതിന് മുമ്പായിട്ട് തന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം മരുന്നുകളുടെ ഒരു രേഖ കൃത്യമായിട്ട് കയ്യിലുണ്ടാവണം. ഈ മരുന്നുകൾ കൃത്യമായിട്ട് അവർ കഴിച്ചിരിക്കണം. ഇപ്പോൾ പ്രമേഹ രോഗബാധയുള്ളവരൊക്കെ മരുന്നുകൾ കഴിക്കാതിരുന്നാൽ അത് ഷുഗർ വളരെ കൂടിയുള്ള അപകടാവസ്ഥയിലേക്ക് പോകാം. ഇത് കൂടുന്നത് ബാക്കിയുള്ള കാർഡിയാക് ഡിസീസിലേക്കൊക്കെ നയിച്ചേക്കാം. അപ്പം ഉള്ള രോഗങ്ങൾക്കുള്ള മരുന്ന് കൃത്യമായിട്ട് മല കയറുന്നതിന് മുമ്പ് കഴിക്കേണ്ട മരുന്നുകൾ കൃത്യമായി കഴിച്ചിട്ടേ മല കയറാവുള്ളൂ. പലപ്പോഴും കാണുന്ന ഒരു പ്രവണത, മരുന്നുകൾ കഴിക്കാതെ മല കയറുന്നൊരു പ്രവണതയുണ്ട്. അപ്പം ഓൾറെഡി BP കൂടാനും, ഇപ്പം മലകയറ്റം കുറച്ച് ആയാസകരമായ ഒരു പ്രവൃത്തിയാണല്ലോ. അപ്പോൾ അതോടൊപ്പം മരുന്ന് കഴിക്കാതിരുന്ന അത് കൂടാനും അത് ബാക്കിയുള്ള ഇവൻറ്റ്സിലേക്ക് നയിക്കാനും വളരെയധികം സാധ്യത കൂടുതലാണ്. ഡോക്ടർ, ഒരു സംശയം, പല ആളുകളും ഇപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ പോലും ഒരുപക്ഷെ മല അവർ കയറുമ്പോൾ ഈ മരുന്നുകൾ എടുക്കാൻ മറന്നുപോയ ആളുകൾ കാണും. പ്രമേഹത്തിനുള്ളത്, പ്രഷറുള്ള അങ്ങനെയുള്ള ആൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ള ഇൻസുലിനും ആ മരുന്നുകൾ നമ്മുടെ എല്ലാവിധ മരുന്നുകളും നമ്മുടെ നിലയ്ക്കൽ നമുക്ക് ഹോസ്പിറ്റലുണ്ട്, പമ്പയിൽ ഹോസ്പിറ്റലുണ്ട്, അപ്പാച്ചിമേട്, നീലിമല, സന്നിധാനം. ഇപ്പം അപ്പാച്ചിമേട്, നീലിമല കാർഡിയോളജി ഉണ്ട്. ഈ ആശുപത്രികളെല്ലാം തന്നെ ഇവർ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മരുന്നുകളും, ഇൻസുലിൻ അടക്കമുള്ള എല്ലാ മരുന്നുകളും നമുക്ക് ലഭ്യമാണ്. ഇത് കാണുന്ന പ്രഷർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഡോക്ടർ പറഞ്ഞ പോലെ ആരും മരുന്ന് എടുക്കാതെ വരരുത്, മരുന്ന് കൃത്യമായി തന്നെ കൈവശം കരുതുക, അത് അതിൻ്റെ ഒരു വീഴ്ച വരുത്തരുത്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും മരുന്നെടുക്കാതെയാണ്, നിങ്ങൾ നിത്യേന കഴിക്കുന്ന മരുന്നുകൾ എടുക്കാതെയാണ് എത്തുന്നെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ നിലയ്ക്കലില്ലേ, നിലയ്ക്കലുണ്ട്, പമ്പയിലുണ്ട്, അതുപോലെ സന്നിധാനം ആശുപത്രിയിലും ഈ പ്രമേഹം ഉൾപ്പെടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് എല്ലാ മരുന്നുകളും ലഭ്യമാണ് ഇവിടെ. ഒരുവിധം എല്ലാ മരുന്നുകളും ലഭ്യമാണ് നമ്മുടെ ആശുപത്രിയിൽ. എല്ലാവിധ മരുന്നുകളും ലഭ്യമാണ്. അടിയന്തര ചികിത്സയ്ക്കുള്ള മരുന്നുകളും അവർ അല്ലാതെ കഴിക്കുന്ന സ്ഥിരമായ മരുന്നുകളെല്ലാം തന്നെ നമ്മുടെ ആശുപത്രിയിൽ ലഭ്യമാണ്. അതായത് ഡോക്ടർ പറഞ്ഞു കേട്ടല്ലോ, ആരെങ്കിലും ഒരു മരുന്ന് എടുക്കാൻ മറന്നുപോയെങ്കിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ഇവിടെ സന്നിധാനത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പമ്പയിൽ, ആ നിലയ്ക്കലൊക്കെ തന്നെ സർക്കാർ ആശുപത്രിയുണ്ട്. സൗജന്യമായി തന്നെ അല്ലേ മരുന്ന് ലഭിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കുട്ടികളുമായി മല കയറുന്ന ആളുകൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം? അവരുടെ രോഗം വരാനുള്ള സാധ്യത അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് കരുതേണ്ടത്?
കുട്ടികളുടെ സ്ഥിരമായ മരുന്ന് കഴിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവാം. ചിലർക്കൊക്കെ ഈ ആസ്മ പോലുള്ള അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ടാവാം. അല്ലെങ്കിൽ ചെറിയ പനികളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ ഒരു ലിസ്റ്റും മരുന്നും കയ്യിൽ കരുതണം. ഒരിക്കലും മരുന്ന് സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ എന്ത് അടിയന്തര ചികിത്സ വേണ്ട ഒരു സാഹചര്യത്തിലും വളരെ ശക്തമായൊരു സംവിധാനം നമുക്ക് ആരോഗ്യവകുപ്പ് നിലയ്ക്കൽ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള മേഖലകളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും എന്ത് ആരോഗ്യ പ്രശ്നമാണെങ്കിലും തൊട്ടടുത്ത പോലും 200-300 മീറ്റർ പോയിന്റിൽ തന്നെ നമുക്കൊരു പോയിന്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും കയറുന്ന വഴികളിൽ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ നമുക്കൊരു ടോൾ ഫ്രീ നമ്പറുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈദ്യസഹായം അവർ ആവശ്യപ്പെടുന്ന അവർക്ക് എവിടെയാണ് എമർജൻസി കെയർ വേണ്ടത് അവിടെ എത്തിച്ചേരുന്ന ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ 3 കിലോമീറ്ററോളം മലകയറ്റമാണ്. അപ്പോൾ പല ആളുകളുടെ സംശയമുണ്ട്, വെള്ളം എത്രത്തോളം കുടിക്കണം, ധാരാളം വെള്ളം കുടിച്ചാൽ ഒരു പിന്നീട് ക്ഷീണം ഉണ്ടാകുമോ, അതല്ലാതെ നിയന്ത്രിച്ച് കുടിക്കണം, അത് എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ട ഒരു ആവശ്യം? വെള്ളം അയാളുടെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം നമ്മൾ കയറുന്ന മുറയ്ക്ക് നമുക്ക് ക്ഷീണം തോന്നുന്ന മുറയ്ക്ക് വെള്ളം കുടിച്ച് കയറുക എന്നുള്ളത് പ്രധാനം. ഏറ്റവും പ്രധാനം സാവധാനത്തിൽ മല കയറുക എന്നുള്ളതാണ്. നമ്മൾ ഈ മല കയറുന്നതിൽ വലിയൊരു ശതമാനവും സ്ഥിരമായ ശാരീരിക അധ്വാനമുള്ളവരാവണം എന്നില്ല. പ്രായമായവരും ഒക്കെ ധാരാളമുണ്ട്. അപ്പം ഏറ്റവും പ്രധാനം സാവധാനത്തിൽ മല കയറുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. കാരണം അവർക്ക് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നുന്ന സമയത്ത് റെസ്റ്റ് എടുക്കുക, അതിനുശേഷം കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പതുക്കെ കയറുക. പെട്ടെന്ന് കയറാൻ ഒരിക്കലും ശ്രമിക്കരുത്. വളരെ സാവധാനത്തിൽ മല കയറുക. അസുഖങ്ങളുള്ളവർ എന്താണോ അസുഖം അതിനാവശ്യമായ മരുന്നുകൾ കൃത്യമായി കഴിച്ചിരിക്കണം. കണ്ടുവരുന്ന ചെറിയ തെറ്റായ പ്രവണതകളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്ന് മരുന്നുകൾ കഴിക്കാതെ മല കയറുന്നവരുണ്ട്, ഭക്ഷണം കഴിക്കാതെ മല കയറുന്നവരുണ്ട്. ഇത്തരത്തിലുള്ള പ്രവണതകളൊന്നും ഒഴിവാക്കണം പൂർണ്ണമായിട്ടും. കാരണം ഇതൊക്കെയും നമുക്കൊരു കാർഡിയാക് ഇവൻറ്റിലേക്ക്, ഒരു ഹൃദയ സംബന്ധമായ അസുഖത്തിലേക്കോ CVയിലൊക്കെ നയിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതായത് ഈ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ ആളുകൾക്ക് ഈ മലകയറ്റമായതുകൊണ്ട് തന്നെ കാലിനും കൈക്കും ഒക്കെ വേദന ഉണ്ടാവുക. അത്തരം ആളുകൾ എന്തൊക്കെ ഓൾറെഡി വേദന ഉള്ളവർ എടുക്കേണ്ട മുൻകരുതൽ എന്താണ്, അതുപോലെ ഇവിടെ എത്തിയാൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ സന്ധിവേദനകൾക്കൊക്കെ തന്നെ നമുക്ക് അസ്ഥിരോഗ വിദഗ്ധൻ്റെ സേവനം ലഭ്യമാണ്. അപ്പോൾ മല കയറുമ്പം ഏറ്റവും പ്രധാനം സാവധാനത്തിൽ പടിക്കെട്ടുകൾ കയറി സ്ട്രെയിൻ ചെയ്യുന്നത് കുറച്ച് കുറയ്ക്കുന്നുള്ളത്. കുറച്ച് മല കയറുക, റെസ്റ്റ് കൊടുക്കുക, മല കയറുക, റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ സന്ധി പ്രശ്നം, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക്, തേയ്മാനോ എന്ന് അനുബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് തന്നെയും ഇത്തരത്തിൽ സാവധാനം മല കയറുന്നത് ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാതിരിക്കാൻ സഹായിക്കും. ഡോക്ടർ, പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ ഈ ശബരിമലയിൽ ഈ സീസൺ മുഴുവനുണ്ടോ? മകരവിളക്ക് അല്ലെങ്കിൽ നടയടയ്ക്കുന്ന വരെ ഈ സംവിധാനങ്ങൾ ഉണ്ടാകും? നടയടച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ അടയ്ക്കുന്നത്. നടയടയ്ക്കുന്നത് വരെയും നമ്മുടെ ഈ ഒരു 66 ദിവസത്തെ മണ്ഡലകാല മകരവിളക്ക് മഹോത്സവം മുഴുവൻ സമയം നമുക്കിവിടെ സർവീസസ് ലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡോക്ടേഴ്സ് ചികിത്സിക്കുന്നത്, ഇവരെത്തുന്ന ഓരോ ആളുകളെയും വളരെ പ്രധാനപ്പെട്ടോടെ ചികിത്സിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള നമുക്ക് മൊത്തം 9 ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ളത്. അതിൽ 4 പേർ സ്പെഷ്യലിസ്റ്റുകളാണ്. പൾമണോളജിസ്റ്റ് ഉണ്ട്, അനസ്തറ്റിസ്റ്റ് ഉണ്ട്, സർജൻ ഉണ്ട്, ഓർത്തോപെഡിഷ്യൻ ഉണ്ട്, ഫിസിഷ്യൻ ഉണ്ട്, അപ്പം കാർഡിയോളജിസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് 4 അസിസ്റ്റൻറ്റ് സർജൻസും ഉണ്ട്. അപ്പം അറ്റ് എ ടൈം 2 ഡോക്ടർമാർ നിലവിലിവിടെ ഉണ്ടാവും. അവർ ചിലപ്പോൾ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടായേക്കാം. പക്ഷേ എങ്ങാണം ഇരിക്കുന്ന കെയർ അവിടെ വേണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ തന്നെ നമുക്ക് ഡോക്ടർമാരുണ്ട്. വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ആ ഒരു കെയർ കൊടുക്കാൻ കഴിയും. ഒരു ഫിസിഷ്യൻ കാണേണ്ട ഒരു കേസ് ഉണ്ട്. ഫിസിഷ്യൻ OPയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺ കോളാണ് അദ്ദേഹം ഉടൻ തന്നെ വന്ന് രോഗിയെ കാണുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഞാൻ ചോദിച്ചു വന്നത് പ്രധാനമായി ഈ മലകയറ്റമായുള്ള ആളുകൾക്ക് കാലുവേദന, മുട്ടുവേദനയൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരിവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മരുന്ന് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമുക്ക് വേദനയ്ക്കുള്ള മരുന്നുകൾ, നീർക്കെട്ടിനുള്ള മരുന്നുകൾ, ഓയിൻമെൻറ്റ്സ് അടക്കമുള്ള ചികിത്സകൾ ഇവിടെ ലഭ്യമാണ്. ഇതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രേക്ഷകരെ സംബന്ധിച്ചോളം. അതായത് ഈ ശബരിമലയിൽ എത്തുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു പ്രശ്നം തന്നെയാണ് ആളുകൾക്ക് ഈ കാലുവേദന, മുട്ടുവേദന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം സ്വാഭാവികമായിട്ടും മല കയറുമ്പോൾ അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത്തരത്തിൽ ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ വേദന സഹിച്ച് താഴോട്ട് പോകണ്ട, അല്ലേ? ഇവിടെ സന്നിധാന ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഓയിൽമെന്റ് ഉണ്ട്, പിന്നെ ആവശ്യമായിട്ടുള്ള ഇപ്പോൾ വേദനകൾക്ക് ആവശ്യമായിട്ടുള്ള മുട്ടുവേദനയാണെന്നുണ്ടെങ്കിലും നടുവേദനയാണെങ്കിലും അതിനാവശ്യമായ സംവിധാനങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ വനമായതുകൊണ്ട് ആളുകൾക്ക് ഒരു ഭയം കാണും. ഇത് വിഷബാധ, പാമ്പ് കടിയൊക്കെ ഉള്ള സാധ്യതയുണ്ട്, പലപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ആന്റിവെനമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സംവിധാനമാണ് നമ്മൾ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത്? അതിന്റെ ചികിത്സ എങ്ങനെയാണ്? ഞാൻ ഈ പറഞ്ഞ ആശുപത്രികളെല്ലാം തന്നെ പമ്പ, സന്നിധാനം, ചരൽമേട്, നീലിമല, അപ്പാച്ചിമേട്, നിലയ്ക്കൽ, ഇവിടെ എല്ലാം തന്നെ നമ്മൾ ആൻറ്റിവെനം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പാമ്പടി ഏറ്റു കഴിഞ്ഞാൽ പ്രാഥമികമായ ചികിത്സയായ ആൻറ്റിവെനം നൽകാനുള്ള സംവിധാനങ്ങൾ എല്ലാ ആശുപത്രിയിലും ഒരുക്കിയിട്ടുണ്ട്. വെന്റിലേറ്റർ സംവിധാനങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങൾ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ എല്ലാം തന്നെ ലഭ്യമാണ്. ആൻറ്റിവെനം ഒക്കെ തന്നെ കൃത്യമായിട്ടുണ്ടല്ലേ? നമ്മളിപ്പം ഡ്രസ്സിംഗ് റൂമാണ് ഈ കാണുന്ന ആശുപത്രിയുടെ ഡ്രസ്സിംഗ് റൂം. കൃത്യമായി തന്നെ രോഗികൾക്ക്, എത്തുന്നവർക്ക് ഒരു ഡ്രസ്സ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയുണ്ട്.
ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ചേട്ടാ, ഈ ആളുകൾക്ക് കൃത്യമായി ഡ്രസ്സിങ് സംവിധാനം എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാം നല്ലപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എത്തുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? മരുന്നുകളെല്ലാം. സ്വാമി ഇവിടുന്ന തമിഴ്നാട്. ട്രീറ്റ്മെന്റ് എങ്ങനെ ഇരിക്കുക? எல்லாருக்கும் എല്ലാവർക്കും. எல்லாருக்கும் സ്വാമിക്ക് എന്ത് പറ്റി? இந்த അടിപെട്ടത് இந்த காலையும் അപ്പോൾ സ്വാമിക്ക് നല്ല ചികിത്സ ലഭ്യമാകുന്നതാണ് സ്വാമി തന്നെ നമ്മോടൊപ്പം സാക്ഷ്യപ്പെടുത്തുന്നത്. അത്തരത്തിൽ ഉള്ള സംവിധാനങ്ങളും കൃത്യമായി തന്നെ ഒരുക്കുന്നുണ്ട് സർക്കാർ ആശുപത്രിയിൽ. നമുക്കൊരു നാട്ടിലൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ലഭിക്കുന്ന സേവനങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നുണ്ട് എന്നത് അങ്ങനെ തന്നെ നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ടല്ലോ ഡോക്ടർ? തീർച്ചയായിട്ടും എല്ലാവിധ ചികിത്സകളും നമുക്ക് ഈ സന്നിധാനം അടക്കമുള്ള എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ് നിലവിൽ. കൂടുതൽ ചികിത്സ വേണ്ട രോഗികളെ അടിയന്തരമായിട്ട് തന്നെ നമുക്ക് പമ്പ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള 4x4 ആംബുലൻസ് നമുക്ക് ഇവിടെ മാത്രമല്ല ചരൽമേടും ഒരു ആംബുലൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും സന്നിധാനം പമ്പയിൽ നിന്നും നമുക്ക് റഫറൽ പോയിന്റുകളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ACLS BLS ആംബുലൻസുകളും 108 ആംബുലൻസുകളും എല്ലാം തന്നെ പമ്പ ഹോസ്പിറ്റലിലും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിലും അതിനുള്ള പ്രാഥമികമായ ചികിത്സ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം കൂടുതൽ ചികിത്സ വേണ്ട രോഗികളെ നമുക്ക് കൂടുതൽ റഫറൽ സെൻ്ററുകളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ പനിയൊക്കെ വരാനുള്ള സാധ്യത, തണുപ്പൊക്കെ ക്ലൈമറ്റ് താമസിക്കുന്ന അത്തരം ഘട്ടങ്ങളിൽ എന്താണ് ഒരു തീർത്ഥാടകൻ എടുക്കേണ്ട മുൻകരുതലുകൾ അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ? പനിയുള്ളവർ പ്രധാനമായിട്ടും മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ഇവിടെ വരുമ്പോൾ വലിയൊരു ആൾക്കൂട്ടത്തിന് നടുക്കേക്കാണ് ഇവർ വരുന്നത്. ഒരാൾക്ക് പനിയുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് പനിയെത്താൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പോൾ പനിയുള്ളവർ പ്രധാനമായിട്ടും ഇവിടെ വന്നതിന് ശേഷം പനിയാവുകയാണെങ്കിൽ ഏതാണോ തൊട്ടടുത്തുള്ള ഒരു ആരോഗ്യ കേന്ദ്രം, നമ്മുടെ സർക്കാർ ഒരിക്കലുള്ള സംവിധാനം ഏതാണോ അവിടെ ചികിത്സ തേടുക, അതിനാവശ്യമായ മരുന്നുകൾ കഴിക്കുക. രണ്ടാമത് പനി വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും മാസ്കുകൾ ധരിച്ചിരിക്കണം. കാരണം മറ്റുള്ളവരേക്ക് ആ രോഗ പകർച്ച ഉണ്ടാവാതെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ പനി മാസ്ക് ധരിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാലഘട്ടത്തിൽ മുതൽ മാസ്ക് ധരിക്കുക, കൈകൾ വൃത്തിയായിട്ട് കഴുകുക, ഇതൊക്കെ വളരെ പ്രധാനമാണ്. നമ്മളിപ്പം അടുത്ത ഫാർമസിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഫാർമസി നമുക്കറിയാം, മെഡിസിൻ വളരെ നല്ല കാര്യങ്ങൾ അല്ലേ, എല്ലാ മരുന്നുകളും ഉള്ള വിപുലമായ സംവിധാനമുള്ള ഒരു ഫാർമസി. ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, നാട്ടിൽ പല ആശുപത്രികളിൽ പോലും ഇത്രയും മരുന്നുകൾ കിട്ടാനുണ്ടാകാൻ സാധ്യതയില്ലെന്നല്ലേ. അപ്പം ഏകദേശം 1 ലക്ഷത്തോളം തീർത്ഥാടകർ വരുന്ന ഒരു സംവിധാനമായതുകൊണ്ട് ഒരിക്കലും മരുന്നുകൾ ഇല്ലാത്തൊരവസ്ഥ ഇവിടെ ഉണ്ടാവില്ല. എല്ലാ മരുന്നുകളുടെയും ലഭ്യത മുഴുവൻ സമയം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നമ്മൾ പനിയുടെ കാര്യം പറയുമ്പോൾ പാരാസിറ്റമോൾ ഇല്ലേ? പാരാസിറ്റമോൾ, പിന്നെ വേദനയ്ക്കുള്ള ഓയിൽമെന്റ് ഒക്കെ ഉണ്ടല്ലോ? എല്ലാം ഉണ്ട്. അത് വേദനയ്ക്കുള്ള ഓയിൽമെന്റ് തീർച്ചയായിട്ടും എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവിധ മരുന്നുകളും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പറഞ്ഞോളൂ, എന്തൊക്കെയാണ് കൊടുക്കുന്നത് പറഞ്ഞോളൂ. മെയിനായിട്ട് നമ്മുടെ അയ്യപ്പന്മാർ വരുന്നവർക്ക് വേദന നടന്നു വരുമ്പോൾ ഉള്ള അതിനുള്ള ടർപ്പൻറ്റൈൻ ലിനിമെൻറ്റ്, അതുപോലെ ഡൈക്ലോജെല്ല്, പിന്നെ വേദന സംഹാരികളായ ടാബ്ലറ്റ് ഡൈക്ലോസിക്ലോ, അങ്ങനെയുള്ള മിക്ക മെഫ്താൾ എല്ലാ മെഡിസിനും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ മരുന്നുകളും ഉണ്ടല്ലേ? എല്ലാ മെഡിസിനും ഇപ്പം നമുക്ക് നോർമലി സീസണ് വേണ്ടുന്ന എല്ലാ മെഡിസിനും അവൈലബിൾ ആണ്. ഡോക്ടർ, വേദനയ്ക്കായിരിക്കും ആളുകൾ കൂടുതലായി എത്തുന്നല്ലേ? കൂടുതലും വേദന സംഹാരി അല്ലെങ്കിൽ എന്തോ കാലുവേദനയായിരിക്കും. കാരണം സ്വാഭാവികമായിട്ട് കഠിനമാണല്ലോ മലകയറ്റം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെയായിരിക്കും എത്തുന്നത്. നമ്മളിപ്പം ഈ പ്രേക്ഷകരെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ദൃശ്യങ്ങളിലേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ ധാരാളം ഓയിൽമെൻറ്റുകൾ അല്ലേ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. വേദന സംഹാരിയായിട്ടുള്ളത് തൊട്ടടുത്ത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അതായത് ഈ ടർപ്പൻറ്റൈൻ അല്ലേ, ടർപ്പൻറ്റൈൻ. അത് ഈ നമുക്ക് ഇതിൻ്റെ ഒരു ദൃശ്യത്തൊക്കെ നമുക്കറിയാം, ഒരുപാട് തീർത്ഥാടകർ എത്തി എനിക്ക് തോന്നുന്നു ആവശ്യപ്പെടുന്നതും ഈ ടർപ്പൻറ്റൈൻ തന്നെയാണ് തോന്നുന്നു വേദനയ്ക്കില്ലേ. അപ്പോൾ സന്നിധാന ആശുപത്രിയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചോളം അവർക്ക് നമുക്ക് ആരോഗ്യ വകുപ്പ് നൽകുന്ന ഒരു ഉറപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ആരോഗ്യ വകുപ്പുണ്ട്. അതിൽ പ്രധാനമായി നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം കാലുവേദന, മുട്ടുവേദനയൊക്കെയാണ്. അത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ സന്നിധാനം ഈ വലിയ നടപ്പന്തലിൻ്റെ സമീപത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടർപ്പൻറ്റൈൻ ഉണ്ട്, അതുപോലെ ഓയിൽമെൻ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് വേദന സംഹാരി ഗുളികകളുമുണ്ട്. കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടുണ്ട്. ഡോക്ടർ, പ്രധാനമായി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമാണ് ആളുകളുടെ ഈ ഡോക്ടർ ഓർത്തോ ഇവിടെയാണല്ലോ, ഭാവമാണല്ലോ ഡോക്ടർ. കാല് ഇങ്ങനെ ഒടിവോ ചതിവോ ഉണ്ടാക്കിയാൽ എക്സ്റേ എടുക്കാനുള്ള സംവിധാനങ്ങളും അതുപോലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇവിടെ ലഭ്യമാണോ? ഇത് 24 മണിക്കൂറും എക്സ്റേ സൗകര്യം നമുക്ക് സന്നിധാനം ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. അപ്പം ഒരു അടിയന്തര ശസ്ത്രക്രിയ വേണമെങ്കിൽ ചെയ്യാനുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മുടെ സന്നിധാനം ഹോസ്പിറ്റലിൽ അത് സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പം
ഇപ്പം ഒരു മാസ് കാഷ്വാലിറ്റിയൊക്കെ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഒരു അടിയന്തര ശസ്ത്രക്രിയ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയും. അതിനാവശ്യമായ അനസ്തെറ്റിസ്റ്റ്, സർജൻ, ഓർത്തോപീഡീഷ്യൻ മുതലായ എല്ലാവിധ സംവിധാനങ്ങളും നിലവിൽ സന്നിധാനം ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. അപ്പോൾ എക്സ്ട്രാ സംവിധാനത്തിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ എക്സ്ട്രാ ക്യാമറ എക്സ്ട്രാ സംവിധാനം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കാണുകയും ചെയ്യാൻ സാധിക്കും. കൃത്യമായി, അതായത് സന്നിധാനം ആശുപത്രിയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്ന എക്സ്റേ സംവിധാനം. ഇപ്പം ഏതോ ഒരു രോഗിയുടെ നിന്ന് എക്സ്റേ എടുത്തതിൻ്റെ ഫിലിമാണ് കാണുന്നത്. ഡോക്ടറെ, ഈ സംവിധാനങ്ങളിൽ നമ്മുടെ പമ്പയിലും നിലയ്ക്കലും ഇതുപോലെ സംവിധാനങ്ങൾ അവിടെയും കൃത്യമായിട്ടുണ്ടോ? നിലയ്ക്കലും സന്നിധാനത്തുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പമ്പയിലുമുണ്ട്, നിലയ്ക്കലും ഒരുക്കിയിട്ടുണ്ട്. നിലയ്ക്കലും ഒരുക്കിയിട്ടുണ്ടല്ലോ. അപ്പം അതായത് എക്സ്റേ അടക്കമുള്ള സംവിധാനങ്ങൾ നിലയ്ക്കലും പമ്പയിലും സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ എത്തുന്ന രോഗികൾ അല്ലെ, അവരുടെ കുടിവെള്ളവും കാര്യങ്ങളും കൃത്യമായി മരുന്നുകൾ കൈ കരുതുക എന്ന് ഡോക്ടർ മുൻകൂട്ടി പറയുകയും ചെയ്തു. ഏറ്റവും കൂടുതലായി ചികിത്സ ശ്രദ്ധിക്കേണ്ട കാര്യം ആരോഗ്യ രംഗത്ത് എന്താണ് ഒരു തീർത്ഥാടനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം? ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും അസുഖത്തിന് മരുന്നുകൾ കഴിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത് മല കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സന്നിധാനത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ കയ്യിൽ നിന്നും ആ ചികിത്സ സംബന്ധിച്ച രേഖകളും ആ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകളുടെ രേഖ, അസുഖത്തിൻ്റെ രേഖ നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം. മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഒരിക്കലും മരുന്ന് സ്കിപ്പ് ചെയ്ത് മല കയറാൻ ശ്രമിക്കരുത്. ബിപിയുടെ ആണെങ്കിലും പ്രമേഹത്തിൻ്റെ ആണെങ്കിലും കാർഡിയാക് ഡിസീസിൻ്റെ ആണെങ്കിലും മരുന്നുകൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മരുന്നുകൾ കൃത്യമായി കഴിച്ച്, ഭക്ഷണം കൃത്യമായി കഴിച്ച് തന്നെ വേണം മല കയറാനായിട്ട്. പിന്നെ എന്തൊരു അടിയന്തര സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടാലും, ഇപ്പോൾ നിങ്ങൾ നടന്ന് വരുന്ന വഴിക്ക് നിങ്ങൾക്ക് ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുകയാണെങ്കിലോ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയാണെങ്കിലോ 5 ഹോസ്പിറ്റലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 17 അടിയന്തര വൈദ്യ സഹായ കേന്ദ്രങ്ങൾ ഈ പാതകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിലൊരു ടോൾ ഫ്രീ നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്കിപ്പം അടിയന്തര വൈദ്യ സഹായ കേന്ദ്രങ്ങളിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എവിടെയാണോ അസ്വസ്ഥത അനുഭവപ്പെടുന്നത് ആ ഒരു ഏരിയയിൽ വന്നിട്ട് ഒരാൾ കുഴഞ്ഞു വീണാൽ ഏത് പോയിൻ്റാണെന്ന് ആ എമർജൻസി കൺട്രോൾ റൂമിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടീം, എമർജൻസി മെഡിക്കൽ ടീം നമ്മുടെ ആ പോയിന്റിൽ എത്തിച്ചേരും. സ്ട്രെച്ചർ ടീം അവിടെ ആ പോയിന്റിൽ എത്തിച്ചേരും. ആ രോഗിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം പ്രാഥമിക ചികിത്സ കൊടുത്തതിന് ശേഷം അവർ ചെയ്യുന്നതായിരിക്കും. ബ്രീത്തിങ് ഇഷ്യൂസ് ഉള്ള അവർ മല കയറുമ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ബ്രീത്തിങ് ഇഷ്യൂസ് ഉള്ള മരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ ഇൻഹേലർ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിർബന്ധമായിട്ടും ആ ഇൻഹേലറുകൾ ഉപയോഗിച്ചതിന് ശേഷം വേണം മല കയറി തുടങ്ങാനായിട്ട്. പമ്പയിൽ നമുക്ക് വേണമെങ്കിൽ അവർക്ക് പ്രാഥമികമായ ഒരു പരിശോധന നടത്തിയതിന് ശേഷം മുകളിലേക്ക് കയറി തുടങ്ങാം. അപ്പം കയറുന്ന വഴികളിൽ എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ശ്വാസം മുട്ടൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്സിജൻ സംവിധാനങ്ങളടക്കം നമ്മുടെ അടിയന്തര വൈദ്യ സഹായ കേന്ദ്രങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെയുള്ള ഈ ആശുപത്രികളിൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അറിയാമോ, ഈ ബ്രീത്തിങ് ഇഷ്യൂസ് ഉള്ളവരുടെ കാര്യം പറഞ്ഞ് ചില ആളുകൾ പറയാറുണ്ട്, നമുക്കിപ്പോൾ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ആളുകൾ അതൊരു ലിസ്റ്റ് കൈ തയ്യാറാക്കും. കാരണം ചിലപ്പോൾ ആരെങ്കിലും അബോധാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒറ്റയ്ക്കാണ് വരുന്നത്, അല്ലെങ്കിൽ അവർ കൂട്ടം തെറ്റി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചികിത്സ കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആ ഘട്ടത്തിൽ ഒരു ലിസ്റ്റ് കൈ കരുതുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ കയ്യിൽ നിന്നും ഒരു ചികിത്സിക്കുന്ന രോഗങ്ങളുടെ വിവരവും കഴിക്കുന്ന മരുന്നുകളുടെ വിവരവും കയ്യിൽ വെക്കുന്നത് വളരെയധികം ഉപകാരപ്രദമാണ്. കാരണം എങ്ങാണോ ഒരാൾക്ക് അടിയന്തര ചികിത്സ വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും മരുന്നുകൾക്ക് കഴിക്കുന്നതാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഡോക്ടർ, ഇപ്പോൾ ഇവിടെ ഈ ഒരുക്കിയിരിക്കുന്ന സംവിധാനം ഒരു മിനി വെന്റിലേറ്റർ സംവിധാനമാണോ? യെസ്, ഒരു വെന്റിലേറ്റർ ഉണ്ട്, നമുക്കൊരു പോർട്ടബിൾ വെന്റിലേറ്റർ ഉണ്ട്. ബാക്കി പറഞ്ഞു കാണിച്ചു മനസ്സിലായി ഡോക്ടർ. ഇത് മിനി വെന്റിലേറ്റർ സംവിധാനമാണ്. ഇപ്പോൾ ഇതൊരു വെന്റിലേറ്ററാണ്. അപ്പം ആ ഒരു വെന്റിലേറ്റർ ചികിത്സ വേണ്ടി വരുന്ന രോഗിക്ക് നമ്മൾ വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കുകയും പിന്നെ എങ്ങാണ് ആ പേഷ്യൻറ്റിനെ വെന്റിലേറ്ററോടുകൂടി ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പോർട്ടബിൾ വെന്റിലേറ്റർ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഇവിടെ ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് തോന്നുന്നു, ഇവിടെ സ്റ്റാഫ് നഴ്സുമാരുണ്ട്. ഇൻറ്റുബേറ്റ് ചെയ്യുന്നത് നമുക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായിരിക്കും. ഫിസിഷ്യനുണ്ട്, സർജനുണ്ട്, കാർഡിയോളജിസ്റ്റ് ഉണ്ട്. അപ്പം എങ്ങാണ് ഇൻറ്റുബേറ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു വെന്റിലേറ്റർ സപ്പോർട്ട് വേണ്ടി വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവരത് ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിനെ പമ്പ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആവശ്യമുള്ള സംവിധാനങ്ങൾ ചെയ്യും. അപ്പം എന്തായാലും തീർത്ഥാടനം സംബന്ധിച്ചോളം നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. കാരണം നമുക്ക് ഈ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ഈ കാണുന്ന സംവിധാനങ്ങൾ, അതായത് ഒരു സർക്കാർ ആശുപത്രി, നമ്മുടെയൊക്കെ മനസ്സിൽ പണ്ട് ഉള്ള ആശുപത്രിയുടെ ചിന്തയുടെ ആവശ്യമില്ല അല്ലേ? ഒരുപാട് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നമുക്ക് നിലവിൽ ആരോഗ്യവകുപ്പ് നമ്മുടെ തീർത്ഥാടകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കാനനപാതയിലും നമ്മൾ 5 അടിയന്തര വൈദ്യസഹായ കേന്ദ്രങ്ങൾ കാനനപാതയിൽ ഒരുക്കിയിട്ടുണ്ട്. കരിമലയിൽ നമുക്കൊരു ഡിസ്പെൻസറി ഉണ്ട്. അപ്പം ഇവിടെ 17 അടിയന്തര വൈദ്യസഹായ കേന്ദ്രങ്ങളുണ്ട്. അതോടൊപ്പം കാനനപാതയിൽ 5 അടിയന്തര വൈദ്യസഹായ കേന്ദ്രങ്ങളുണ്ട്.
കരിമലയിൽ ഡിസ്പെൻസറി ഉണ്ട്. അപ്പം ആർക്ക് എന്ത് ആരോഗ്യ സംബന്ധമായ ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ എത്തിച്ചേരാം. ശരിയായ ഏറ്റവും മികച്ച ചികിത്സ ഇങ്ങനെ നമുക്ക് പറയാം. അതായത് തീർത്ഥാടകർ, ഇത് കാണുന്ന തീർത്ഥാടകർ, ശബരിമലയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നിങ്ങൾ ആരോഗ്യ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു സംസ്ഥാന സർക്കാർ ടോൾ ഫ്രീ നമ്പർ എപ്പോഴും നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും പൂർണ്ണ സജ്ജമാണ്. ഇപ്പോൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരികുമാറിനെ പോലുള്ള ഡോക്ടേഴ്സും ഇവിടുത്തെ മറ്റ് സ്റ്റാഫുകളിലെ മെഡിക്കൽ സ്റ്റാഫുകളും അറ്റൻഡേഴ്സ് ഉൾപ്പെടെ വലിയൊരു ടീം നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എല്ലാ സംവിധാനങ്ങളും, ഒരു സന്നിധാനം ആശുപത്രി നൽകാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഹലോ ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.